എവരിവൺ, മോർണിംഗ് ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് കണ്ടൊരു ന്യൂസാണ് ഈ വീഡിയോ ചെയ്യാനുള്ള ആധാരം. US-ൽ TB ബാധിച്ചിട്ട് ഡയഗ്നോസ് ചെയ്തിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാത്തവരെ അറസ്റ്റ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് എടുപ്പിക്കാൻ വേണ്ടി ഗവൺമെൻറ് തീരുമാനിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് പറയാനുള്ളൊരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എന്തെങ്കിലും മറ്റുള്ളവർക്ക് ഹെൽത്ത് ഹസാർഡ് വരാൻ സാധ്യതയുള്ള, ഇപ്പോൾ ട്യൂബർക്ലോസിസ് ആവട്ടെ, അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് ബി ഇൻഫെക്ഷൻ ഉള്ളവരിൽ, അല്ലെങ്കിൽ HIV ഇൻഫെക്ഷൻ, അതായത് എയ്ഡ്സ് പോലുള്ള അസുഖങ്ങളുള്ളവർ അറ്റ്ലീസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതായിട്ടുള്ള ആവശ്യകത ഉണ്ടെന്ന് ഡോക്ടർ പറയുകയാണെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. ഇനി അതുപോലെ തന്നെ എമർജൻസി ആയിട്ട് ഹെൽത്ത് കെയർ സെറ്റപ്പിലോ എവിടെയെങ്കിലും പോകേണ്ടി വരികയാണെങ്കിൽ അത് അവരെ ഇൻഫോം ചെയ്യണം. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഹെൽത്ത് കെയർ പ്രൊവൈഡർക്ക് ആ ഇൻഫെക്ഷൻ പകരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങളുടെ ഹെൽത്ത് പോലെ തന്നെ മറ്റുള്ളവരുടെ ഹെൽത്തും ശ്രദ്ധിക്കുക. ഇതിനകത്ത് പണ്ടൊരു ഹിസ്റ്ററി ഓൾറെഡി ഉണ്ട്. ഒരു ടൈഫോയിഡ് മേരി എന്ന് പറയുന്ന ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ആക്ച്വലി ടൈഫോയിഡ് അവരെ ബാധിച്ചിട്ടില്ല, പക്ഷെ അവർ കാരിയർ ആയിരുന്നു. പക്ഷെ അവർ മുഖാന്തരം അനേകം പേർക്ക് ടൈഫോയിഡ് കിട്ടിയുണ്ടായി. അങ്ങനെ ആളുടെ പേര് തന്നെ ടൈഫോയിഡ് മേരി എന്നറിയപ്പെടുന്ന പോലെയായി. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കണമെങ്കിൽ നമുക്കിപ്പോൾ ഒരു അസുഖമുണ്ടെന്ന് ഡയഗ്നോസ് ചെയ്ത്, പ്രത്യേകിച്ച് ഈ ആദ്യം പറഞ്ഞ പോലത്തെ അസുഖങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. താങ്ക് യു.